അസ്സലാമു അലൈക്കും. ജസാർ ഖലീജ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഷെഫ് മുസീഫ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോക്കിക്കേ, കണ്ടല്ലോ നിങ്ങളിത്. ഞാനൊരു 3 കിലോ മട്ടൻ്റെ കബാബ് ഇറച്ചിയാണ്. മട്ടൻ്റെ കബാബ് പുറത്ത് ഗ്രിൽ ചെയ്യാനാണ്, തിക്ക ആയിട്ടുള്ളതാണ്. ഈ തിക്ക ഉണ്ടാക്കാൻ വേണ്ടിയാണ് മട്ടൻ്റെ ഇറച്ചി ഞാൻ എടുത്തത്. ഞാൻ 3 കിലോ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിന് വേണമെന്ന മസാല എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ കൂടുതൽ മസാലകളൊന്നും ചേർക്കാറില്ല കേട്ടോ. പിന്നെ ഞാൻ അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ വെളുത്തുള്ളി പൗഡർ, 1 ചെറിയ ടീസ്പൂൺ ഇഞ്ചി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് എണ്ണയാണ്. ഞാൻ എന്താ ഇതുമാതിരി ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ആ ബോളിലോട്ട് ഈ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കിക്ക്, മസാല ആഡ് ചെയ്ത് കൊടുത്ത് അതിനകത്തോട്ട് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. 3 കിലോ ഇറച്ചിയുണ്ട്, അതുകൊണ്ട് 3 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഇറച്ചി നല്ല കട്ടിയുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ സുർക്ക വൈറ്റ് വിനീഗർ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് കിട്ടും. 1 ടീസ്പൂൺ വൈറ്റ് വിനീഗറും 1 ടീസ്പൂൺ സോയ് സോസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. സോയ് സോസാണ് 1 ടീസ്പൂൺ. നോക്കിക്കേ, അത് കുറച്ച് ഇറച്ചി കുറച്ച് കട്ടിയാണെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ മസാല ഒന്ന് നമുക്കൊന്ന് മിക്സാക്കാം. നോക്കിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇറച്ചി ഇട്ട് വെക്കാം. ഒരു ദിവസം ഫുള്ള് വെച്ചാൽ അത്രയും നല്ലത്. ഒരു ദിവസം നിങ്ങൾ ഫുള്ള് ഇത് വെക്കണം, അതാണ് കൂടുതൽ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഒരു ദിവസം വെക്കുമ്പോൾ അത്രയും ടേസ്റ്റ് കിട്ടും. ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോക്കിക്കേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക്. ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ടുണ്ട്. നോക്കിക്കേ, നിങ്ങൾ കണ്ടല്ലോ. ഇനി നാളെ ഇത് കുത്തിച്ചുടാൻ നേരത്ത് നമ്മൾ കൊഴുപ്പും കൂടെ എടുക്കും കുത്തിച്ചുടാൻ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇനി ഒരു ചെറിയ ബോളിലോട്ട് ഇത് മാറ്റി വയ്ക്കുകയാണ്, ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കുകയാണ്. ഞാനിത് ഫ്രിഡ്ജിനകത്തോട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ്. കണ്ടല്ലോ നിങ്ങൾ, ഒരുപാട് മസാലകളൊന്നും ചേർത്താൽ ഇറച്ചിയുടെ ടേസ്റ്റേ മാറിപ്പോകും. റെഡിയായി മസാല. നമുക്ക് പിന്നെ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. മസാല ആക്കി വെച്ച മട്ടൻ കബാബ് വിത്ത് റൈസാണെന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ മട്ടൻ കബാബ് നമുക്കൊന്ന് കമ്പിയിലോട്ടൊന്ന് കോർത്തെടുക്കാം. മട്ടൻ കബാബ് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കൊഴുപ്പെടുത്തിട്ടുണ്ട്. എപ്പോഴും മട്ടൻ കബാബ് ഏത് കബാബ് ഉണ്ടാക്കിയാലും കുറച്ച് കൊഴുപ്പ് കണ്ട് ഇതേമാതിരി ആ കബാബ് കണക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ കൊരുത്തെടുക്കണം. അപ്പോഴാണ് കബാബ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്ന, നല്ല കൊഴുപ്പ് നല്ലതായിട്ട് കിട്ടുന്ന. ഇതേമാതിരി ഒരേ പീസ് എടുത്തിട്ട് ഈ ഇറച്ചിയും എടുത്ത് ഇതേമാതിരി കോർക്കാം നമുക്ക്. ഒരേ പീസ് എടുത്ത് ഇതിനകത്തോട്ട് ഈ കമ്പിയിലോട്ട് കൊരുത്തെടുക്കാം. എല്ലാം ഇതേമാതിരി നമുക്ക് കൊരുത്ത് എടുക്കണം. ഒരു 4 പീസ് കൊരുക്കുമ്പോൾ 1 പീസ് കൊഴുപ്പും കൂടെ കൊരുക്കണം. കോർത്തെടുക്കണം. ഇതേമാതിരി ഓരോ പീസ് നമുക്കെടുത്ത് ഇതെല്ലാം ഇതേമാതിരി കോർത്തെടുക്കാം. 4 പീസ് ഇത് കബാബ് ഇറച്ചി കോർത്തെടുക്കുമ്പോൾ 1 പീസ് കൊഴുപ്പ് കൊരുക്കണം. ഇതേമാതിരി ഒരേ പീസ് കൊഴുപ്പും കൂടി കൊരുത്ത് റൈസ് ഞാൻ കാണിച്ചു തരാം. റൈസും വിത്ത് കബാബുമാണ് ഉണ്ടാക്കുന്നത്. നോക്കിക്കേ, ഞാൻ ഈ ഒരു കമ്പിയിലോട്ട് 3 പീസ് കൊഴുപ്പ് ഞാൻ കൊരുത്തിട്ടുണ്ട്. ഇതേമാതിരി കൊരുത്തെടുക്കണം. ഈ മട്ടൻ കബാബ് എല്ലാം ഞാൻ ഇതേമാതിരി കൊരുത്തെടുക്കാം.
നോക്കിക്കേ, കബാബ് എല്ലാം ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സവാളയും ഉള്ളിയും ഞാൻ ഇതേമാതിരി കട്ട് ചെയ്തെടുത്ത് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചർക്കുളിടാൻ പോകാം. ബാ, നോക്കിക്കേ, ഒരു സ്റ്റാൻഡിനകത്തോട്ട് ഞാൻ ഇതേമാതിരി കുറച്ച് കരി കൊണ്ടുവന്ന് വെച്ചിട്ട് അത് കത്തിക്കുകയാണ്. പുറത്ത് സ്റ്റാൻഡിൽ ഞാൻ കരി ഇട്ടിട്ടുണ്ട്. ഇതെടുത്ത് അതിൽ കൊണ്ട് വയ്ക്കുമ്പോൾ അത് കണലാക്കാനാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. കണ്ടല്ലോ നിങ്ങൾ, കരി നല്ലതായിട്ട് കരിഞ്ഞു വരുന്നത്. ഇനി ഇത് നമുക്ക് സ്റ്റാൻഡിലോട്ട് കൊണ്ടിടാൻ പോകാം. ബാ, ഈ സ്റ്റാൻഡിലോട്ട് ഞാൻ കരി ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ നിങ്ങൾ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കരിച്ച കരി തട്ടി കൊടുക്കണം. കണ്ട, കരിച്ച കരി ഇതിലോട്ട് തട്ടി കൊടുക്കുമ്പോൾ നല്ലതായിട്ട് കണലായിട്ട് കിട്ടും. ഫുള്ള് കണലാകുമ്പോഴത്തേക്ക് നമുക്ക് കൊണ്ടുവന്ന് നമ്മൾ കോർത്ത് വെച്ച കബാബ് ഇതിലോട്ടൊന്ന് ചുട്ടെടുക്കാം. ചർക്കോൾ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് നമ്മൾ കോർത്ത് വെച്ച കബാബ് ചുട്ടെടുക്കാം. ഈ കരിയിലോട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതിനകത്തോട്ടെല്ലാം ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾ കണ്ടല്ലോ, ഞാനെല്ലാം ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നമുക്ക് തിരിച്ച് മറിച്ച് ഒന്ന് ചുട്ടെടുക്കാം. കബാബിൻ്റെ റൈസ് ഉണ്ടാക്കണം എങ്ങനെയെന്നൊന്ന് നോക്കാം. കബാബിൻ്റെ റൈസ് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെമ്പിനകത്ത് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ കുരുമുളക് ഇത് ആ വെള്ളത്തിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതാ നോക്കിക്കേ, വെള്ളം തിളച്ചെടുക്കുകയാണ്. കബാബിൻ്റെ റൈസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് അതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഞാൻ വെറും വെള്ളച്ചോറാണ് വെക്കുന്നത്. വെള്ളച്ചോറ് വെച്ചിട്ടാണ് ഞാനിത് സ്മോക്കാക്കി എടുക്കുന്നത്. അപ്പം ഞാൻ വെള്ളം അടുപ്പിൽ വെച്ച് അതിനകത്ത് ഗ്രാമ്പു, ഏലക്ക, പട്ട അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് അരി ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. ഞാൻ 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ വെള്ളച്ചോറ് എങ്ങനെ വെക്കുന്നത് അതേപോലെ തന്നെ. പിന്നെ മുക്ക വേവേ ആവാവൂ, ഫുൾ വേവ് ആവരുത്. ഒരു 80% കുക്കേ ആവാവൂ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതാണ് ഈ വെള്ളച്ചോറ്റിന് നമ്മൾ വെക്കുന്നത്. നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിലോട്ട് അരി തട്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ അരി തട്ടി കൊടുത്തു. ഇനി അതിനകത്തോട്ട് 1 കപ്പ് അരിക്ക് ഞാൻ 2 കപ്പ് 1 കപ്പ് അരിക്ക് ഞാൻ 2 കപ്പ് ഉപ്പാണ് വെള്ളത്തിൽ ഇടുന്നത്. നമുക്ക് അതിനകത്തോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1, 2, 3, 4, 5, 6 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കുക്കിംഗ് ഓയിലാണ് ഒരു 3 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിക്കണം എന്തിനെന്ന് വെച്ചാൽ ചോറ് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ചോറ് ഒഴിച്ചിട്ട് കൊടുക്കണം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചോറ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നോക്കിക്കേ, റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതേ പരുവത്തിൽ ഒരു 3/4 പരുവം കുക്കേ ആവാവൂ. ബിരിയാണിയുടെ അതേ സെയിം പരുവം കുക്കേ ആവാവൂ. അതിൽ കൂടുതലാവരുത്. ഇത് ഞാനിത് ഊറ്റി മാറ്റാൻ പോവുകയാണ്. ഈ റൈസ് ഞാനിത് ഒരു സ്റ്റീമറിലോട്ട് ഊറ്റാൻ പോവുകയാണ്. കണ്ടല്ലോ നിങ്ങൾ, ഒരു സ്റ്റീമറിലോട്ട് ഞാൻ ഊറ്റിയിടുകയാണ്. ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2 പുഷ് കളർ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. മഞ്ഞയും ഓറഞ്ച് കളറാണ് ഞാൻ കലക്കി എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ ഒഴിച്ചു കൊടുക്കാം.
ചോറ് ഞാൻ ഊറ്റിയെടുത്തിട്ട് തിരിച്ച് ചെമ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഓറഞ്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതാ നോക്കിക്കേ, ഇതാ കുറച്ച് ഞാൻ ഓറഞ്ച് കളറ് ഇതേമാതിരി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നോക്ക്, അതെ അതിൻ്റെ മുകളിൽ കൂടി തന്നെയാണ് മഞ്ഞ കളറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും. ഇതാ നോക്കിക്കോ, ഇതാ ഇതേമാതിരി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ചോറ് പോരുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ കളറ് 2 കളർ കിട്ടും. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു എന്താ 2BB നെയ്യാണ്. നല്ലതുപോലെ ഒരു കയ്യിൽ നെയ്യ് ചോറ്റിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതാ നോക്കിക്കേ, നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ചോറ് ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടും. അതാണ് ചോറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ സ്മോക്ക്ഡ് റൈസാണ് ഇത്. ഈ റൈസും സ്മോക്ക്ഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കിയത്. കണ്ടല്ലോ നിങ്ങൾ, ഞാൻ കബാബ് ഇട്ട ചർക്കൂളിൽ നിന്ന് ഞാൻ ഒരു കഷ്ണം കരി എടുത്തിട്ടുണ്ട്. ആ കരി ഈ ചോറ്റിൻ്റെ ഒരറ്റത്തോട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഒരു പേപ്പറിലോ ഒരു അലൂമിനിയം ഫോയിലോ ഒരു ബോക്സിലോ പൊട്ടാത്ത ഒരു ബോക്സിനകത്തോട്ട് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ നെയ്യ് ഒരു 2 തുള്ളി നെയ്യ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. കണ്ടല്ലോ നിങ്ങൾ, 2 തുള്ളി ആ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സ്മോക്ക്ഡ് ആയിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു അലൂമിനിയം ഫോയിലിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്യണം. ഇതാ ഈ സ്മോക്ക്ഡ് പോവാതെ 10 മിനിറ്റ് ഒന്ന് സ്റ്റീമിലോട്ടിടണം. 10 മിനിറ്റ് മതി. ഇതാ നോക്കിക്കേ, നല്ലതുപോലെ കവർ ചെയ്തിട്ടുണ്ട് ഞാൻ. ഈ ചോറിൻ്റെ രസം നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റൂല മക്കളെ. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതാ നോക്കി, ഞാൻ സ്റ്റീം ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റീം ചെയ്ത് നമുക്ക് പുറത്തെടുക്കാം. കബാബ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ് തബാറകത്ത് റഹ്മാൻ, കബാബ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ നോക്കിക്കാണി മക്കളെ, ഇതെന്തുവാണെന്നുള്ളത് നോക്കിക്കാണി. കബാബ് റെഡിയായി കിട്ടി. ചോറും റെഡിയായിട്ടുണ്ട്. ചോറ് ഞാനിപ്പോൾ പുറത്തോട്ട് എടുക്കാം. ചോറും തയ്യാറായിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പണാക്കി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യല്ലാ, ഞാൻ ഓപ്പണാക്കുന്നു. വാവ്, കണ്ടല്ലോ ചർക്കൂള്. ചർക്കൂള് ഞാൻ തിരിച്ചെടുത്തു. നോക്കിക്കേ, ആവി പറക്കുന്നത് നിങ്ങൾ കണ്ട, പറക്കും തളിക മാതിരി ആവി പറക്കുന്നത് എങ്ങനെ ഉണ്ടെന്നൊന്ന് കണ്ടു നോക്കി കാണി. മാഷാ അല്ലാഹ് തബാറക റഹ്മാൻ. ഇനി നമുക്ക് സർവ് ചെയ്യാം. ഞാനൊരു കാസറോൾ എടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു കാസറോൾ എടുക്കുന്നു. ബിസ്മില്ലാ. ഇതേമാതിരി ഒരു കാസറോൾ ഞാൻ എടുക്കുന്നു. ഇതിനകത്തോട്ട് നമുക്ക് ചോറൊന്ന് കോരിയിട്ട് കൊടുക്കാം. ഇത് ഇളക്കിയെന്ന് വെച്ചാൽ ഇതേമാതിരി ഒരേ സൈഡിൽ നിന്ന് കോരിയിടുമ്പോൾ 2 കളർ നിങ്ങൾ നോക്കിക്കാണി. വാവ്, കണ്ടല്ലോ. നോക്കിക്കേ, നോക്കിക്കേ, നോക്ക്. ഒരേ റൈസ് എറിയാം, ഒരേ ആളിനെടുത്തിട്ട് എറിയാം, അത്ര മാത്രമുള്ള റൈസാണ്. നോക്കിക്കാണി. ബിസ്മില്ലാ. നോക്കി, എല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കബാബ് നമുക്ക് ഇതിനകത്തോട്ട് കബാബ് ആഡ് ചെയ്ത് കൊടുക്കാം. ചോറ് ഞാൻ കാസറോളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കബാബ് ഇതിനകത്തോട്ട് നമുക്കൊന്ന് ഊരി ഇട്ട് കൊടുക്കാം. നോക്കിക്കേ, ബിസ്മില്ലാ. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തക്കാളിയും ഉള്ളി എല്ലാം കൂടെ അവിടെ തക്കാളി ഉള്ളിയൊക്കെ വെച്ച് കൊടുത്ത് ഇതങ്ങോട്ട് ഊരി, കണ്ടല്ലോ ഇതേമാതിരി ഊരി നമുക്ക് കബാബ് ചോറ്റിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളിത് കണ്ടോ നോക്കിക്കാണി. മാഷാ അല്ലാഹ് തബാറകത്ത് റഹ്മാൻ, കബാബ് വിത്ത് റൈസ്. നിങ്ങൾക്ക് അത്രയും
സൂപ്പറാണ്. നിങ്ങൾ നോക്കിക്കാണി ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.